ജി സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ കെ.സി. വേണുഗോപാൽ രംഗത്ത് വന്നു. മുൻപും നിരവധി പേരെ അധിക്ഷേപിച്ച ചരിത്രം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇപ്പോൾ ഈ ജി സുധാകരൻ ഇഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ്. അല്ല, ജി സുധാകരൻ എഫക്റ്റ് എന്നല്ല. ജി സുധാകരൻ ഉയർത്തിയ കാര്യം സുധാകരൻ മാത്രം ഉയർത്തിയ കാര്യമല്ല. കണ്ണൂരിലെ ടി.കെ. ഗോവിന്ദൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര ശക്തനാണെന്നുള്ളത് ആ പാർട്ടിക്കകത്തുള്ളവർക്കറിയാം. പിന്നെ പയ്യന്നൂരിലത്തെ ഡെവലപ്മെൻറ്റ്, ഇവർ പരസ്യമായ രംഗത്ത് വന്നവരാണ്. ഇവർ മാത്രമല്ല ഈ ചിന്താഗതി വെച്ച് കൂടുന്നവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ. ആയിരക്കണക്കിന് പ്രവർത്തകരും നേതാക്കളും ഉണ്ട്. ഇവർ കുറച്ച് പേർ പുറത്തു വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അവർ പ്രസക്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ സുധാകരനെ മുഖ്യമന്ത്രി ചെറ്റത്തരം പറയുന്ന ആളായിട്ട് പറഞ്ഞു. പണ്ട് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളുടെ തന്നെ എഡിറ്ററായിരുന്ന ഗോപാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് വിളിച്ചത് എങ്ങനെ എടോ ഗോപാലകൃഷ്ണൻ അത് വിളിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പ്രേമേന്ദ്രനെ പറ്റി നമ്മൾ കണ്ടത് പരനാറി, ഒരു രാഷ്ട്രീയ നേതാവും ഒരിക്കലും പറയാത്ത ഒരു പരാമർശം. ഇതൊക്കെ പറയുന്നവർക്ക് ഗുണമായിട്ടേ പിന്നെ വന്നിട്ടുള്ളൂ വേറെ കാര്യം. അപ്പോൾ ബിഷപ്പുമാരെ തെറി വിളിക്കുന്ന ആ മുഖ്യമന്ത്രി സാധാരണ ഇടക്ക് മാറിയപ്പോൾ വീണ്ടും ഇന്നലെ സുധാകരൻ എത്രയോ വർഷക്കാലം അദ്ദേഹവുമായിട്ട് പ്രവർത്തിച്ച ഒരാൾ ചില രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ പേരിൽ ചെറ്റത്തരം പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സുധാകരനായി ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ പ്രസക്തമായി തോന്നിയ കാര്യമാണ്. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ സുധാകരൻ പറഞ്ഞ ചോദ്യം, സുധാകരൻ മുഖ്യമന്ത്രിക്ക് കണ്ണൂർ വിട്ട് മാറി വേറെ എവിടെയെങ്കിലും കണ്ണൂരിൽ തന്നെ ധർമ്മടം വിട്ടിട്ട് വേറെ ഏതെങ്കിലും മത്സരിക്കാൻ തയ്യാറുണ്ടോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുമോ? മുഖ്യമന്ത്രി തയ്യാറാവില്ല. ധർമ്മടം വിട്ടിട്ട് മുഖ്യമന്ത്രി മത്സരിക്കില്ല. കണ്ണൂരിൽ തളിപ്പറമ്പ് പോലും മുഖ്യമന്ത്രി മത്സരിക്കില്ല. കണ്ണൂർ വിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് പറ്റില്ല. ഒന്ന് മത്സരിച്ചോട്ടെ ആലപ്പുഴയിൽ വന്നിട്ട്. ആ മുഖ്യമന്ത്രിയാണ് സുധാകരനെ വെല്ലുവിളിക്കുന്നത്. കഷ്ടമെന്നേ പറയാനുള്ളൂ അക്കാര്യത്തിൽ. കെ.സി. വേണുഗോപാലിൻ്റെ പ്രതികരണമാണ് കേട്ട്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ആ പരാമർശങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഡീലാരോപണങ്ങൾ, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ചർച്ചയൊക്കെ ഇതൊക്കെ ഓരോ ആയുധങ്ങളാണല്ലോ. അതൊക്കെ പരമാവധി ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.